നമസ്കാരം. ഞാൻ മഞ്ജു വിനോദ്, ഹ്രസ്വചിത്ര സംവിധായകയും എഴുത്തുകാരിയുമാണ്. ഈ വർഷത്തെ IFFK കുറിച്ച് ആണ് നമുക്ക് സംസാരിക്കുവാനുള്ളത്. വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് IFFK നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നിമിഷങ്ങളും ദിവസങ്ങളുമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. 12-ാം തീയതി ഞാൻ IFFKയിൽ പങ്കെടുക്കുവാനായിട്ട് തിരുവനന്തപുരം എത്തി. 13-ാം തീയതി IFFK സ്റ്റാർട്ട് ചെയ്തു. 20-ാം തീയതി വരെ ഇവിടെ അഫ്രപാളികളിൽ ലോകരാജ്യത്തെ വിവിധ സിനിമകൾ നമ്മളെ കാണിപ്പിച്ചും ആവേശവും ചിന്തയും അറിവും ഒക്കെ ഉണർത്തി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും ഒരുപാട് നല്ല സിനിമകൾ, ഒരു ദിവസം 2-3 സിനിമ 4 സിനിമയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. 2-3 സിനിമയൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. അത് സിനിമകളൊക്കെ ഏകദേശമൊക്കെ എല്ലാം നല്ല സിനിമകൾ. അറിയാം, നമുക്ക് ലോക സിനിമകൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നല്ല സിനിമകളുടെ വലിയൊരു പ്രത്യേകത ഈ പ്രാവശ്യം നമുക്ക് മലയാള സിനിമകൾ, മികച്ച മലയാള സിനിമകൾ, അതേപോലെ തന്നെ മലയാള സിനിമയിലെ 4 വനിതാ സംവിധായകർ, അവരുടെ ചിത്രങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പുറം എന്ന് പറയുന്ന നമ്മുടെ മലയാളം മൂവി കണ്ടു. ഇന്ദു ചേച്ചിയാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ മികച്ച ഒരു സിനിമ, നമ്മളെ വിശ്വാസവും അവിശ്വാസത്തിൻ്റെയും കഥ പറയുന്ന ഒരു സിനിമ. അത് നമുക്ക് ആ സിനിമയെ കണ്ടതിന് ശേഷം ഒരു വിശ്വാസിക്ക് ആ സിനിമ എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിക്ക് ആ പടത്തിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കാം എന്നുള്ളതാണ് ആ പടം പറയുന്നത്. നമ്മൾ ലവബിൾ കണ്ടു. അപ്പോൾ അതേപോലെ തന്നെ ഇന്നലെ റിതം ഓഫ് ദമ്മ കണ്ടു. അപ്പോൾ അതിൻ്റെ സംവിധായകനും അസോസിയേറ്റ് ഡയറക്ടർ, ആർട്ടിസ്റ്റ്, ഇവരെയൊക്കെ നമ്മൾ കണ്ടു. ഈ സിനിമകൾ നമ്മൾ കാണുമ്പോൾ സിനിമ കാണുകയും മറ്റൊരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ IFFKയിൽ തന്നെ ഇരുന്ന്, ഇവിടെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ തന്നെ നമുക്കൊരു ഇരുന്ന് ഇവരുടെ സിനിമകൾ കേൾക്കാൻ, ഈ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഈ സിനിമകൾ കേൾക്കാൻ കൂടി ഒരു അവസരം വെക്കുക. കേൾക്കുന്നു, ഇവരെ കേൾക്കുക മാത്രമല്ല, ഇവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു, സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ഫോറത്തിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരുപാട്. ഇന്ന് അനോറ എന്ന് പറയുന്ന ഫിലിം കണ്ടു. അപ്പം നമ്മളുടെ കാഴ്ചപ്പാടുകളെയൊക്കെ അപ്പാടെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് നമുക്ക് കാണാനും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഫെസ്റ്റിവലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ കാണുക എന്നുള്ളത്, അതിനുവേണ്ടിയാണ് നമ്മൾ ഫെസ്റ്റിവലിൽ വരുന്നത്. പക്ഷേ അതിനുപരി മറ്റൊരു കാര്യമുള്ളത്, ഇത്തവണത്തെ വലിയൊരു പ്രത്യേകത, നമ്മൾ കേരള സർക്കാരിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുക. എനിക്കൊന്ന് വനിതകൾ പ്രത്യേകിച്ച് ആ ഒരു കാര്യം എടുത്തു പറയും. കാരണം ഈ ഇന്നോളമുള്ള ഫെസ്റ്റിവലിൽ കാണാത്ത മറ്റൊരു സന്തോഷം ഉണ്ടായത് എന്താ ചോദിച്ചാൽ, ഈ വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അഫ്രപാളികളിൽ വിസ്മയങ്ങൾ തീർത്ത, അല്ലെങ്കിൽ നമ്മളെ ഏറെ സന്തോഷിപ്പിച്ച അത്തരം നമ്മുടെ നടിമാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിട്ടുള്ള നമ്മുടെ മുതിർന്ന ചേച്ചിമാരെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്തി. അത് നമ്മളുടെ വലിയ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കതിനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വരുന്ന തലമുറയ്ക്കൊക്കെ വലിയൊരു പ്രചോദനമാണ് ഇങ്ങനെ ഒരു കാര്യം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്. അതും ഈ ഒരു IFFKയുടെ ഒരു വേദിയിൽ തന്നെ അത് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്, അത് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ആദരവാണ്. അത് ഈ സർക്കാർ ചെയ്ത ഏറ്റവും ഒരു വലിയ കാര്യമാണ്. അപ്പം പിന്നെ മറ്റൊന്ന്, കോവിഡ് കാലത്തും മറ്റു കാലങ്ങളിലും ഒക്കെ നമുക്കറിയാം പലതും ഓൺലൈനിലേക്കൊക്കെ മാറ്റപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാംസ്, ഇത്തരം ഫെസ്റ്റിവലുകളൊക്കെ ഓൺലൈനിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ഈ ഫെസ്റ്റിവലൊക്കെ കേരളത്തിന് എന്നും അഭിമാനമായിട്ട് നമ്മുടെ സംസ്കാരത്തെ ഒരുപാട് ലോകരാജ്യത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കത്തക്ക പാകത്തിൽ ഈ IFFK ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉള്ളതാണ്. അതുപോലെ കേരളത്തിൽ നമ്മുടെ ഫെസ്റ്റിവലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ സിനിമക്കാർ വന്നിട്ട് സിനിമ കണ്ടു പോകുന്നത് മാത്രമല്ല ഫെസ്റ്റിവൽ. ഒരുപാട് പുതിയ തലമുറയിലെ കുട്ടികൾ വരുന്നുണ്ട്, അവർ സൗഹൃദങ്ങൾ പങ്കിടുന്നുണ്ട്, നമ്മൾ ഒരുപാട് ആളുകൾ പലയിടത്തു നിന്നായിട്ട് ഒത്തുകൂടുന്നുണ്ട്, സൗഹൃദങ്ങൾ പങ്കിടുന്നുണ്ട്, നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമാണ്. ഇപ്പം അനോറ എന്ന് പറയുന്ന ഒരു ഫിലിം കാണാൻ നിന്നതിനെ പറ്റി ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുക. ആ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് 3 തവണ ആ മൂവി ഇവിടെ പ്രദർശിപ്പിച്ചു, 3 ഇന്ന് അതിൻ്റെ ലാസ്റ്റ് പ്രദർശനം കഴിഞ്ഞു. 3 മണിക്കൂർ ഒരു സിനിമ കാണാനായിട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മൾ ഈ ഫെസ്റ്റിവലിന് വരുന്നു എന്ന് പറയുമ്പോൾ വെറുതെ വന്ന് പോകുക അല്ല ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നമ്മൾ 9 മണിക്കൊരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നു. 9 മണിക്കൊരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാതെ, സാധാരണ ചില ആളുകൾ, ഇപ്പം ഞാനടക്കം രാവിലെ
ഒരു 8 മണിക്ക് വന്ന് ക്യൂവിൽ നിന്നാൽ മാത്രമേ നമ്മൾ 9ന്റെ ഒരു പടം, കാരണം റിസർവേഷൻ ചെയ്യുന്നുള്ളത് നമുക്കറിയാം. നമ്മളതിലേക്ക് ഓപ്പൺ ചെയ്ത് 8 മണിക്ക് കയറുമ്പോൾ 8:05 സംഗതി ചിലപ്പോൾ ക്ലോസ് ആയിരിക്കും. ചിലപ്പോൾ നല്ല പടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കിയിരിക്കും 8:01, 2, 3 സംഭവം ക്ലോസ് ആകും. പക്ഷെ സിനിമ കാണാതെ പോവില്ല. നമ്മൾ ഓടി വന്ന് ഇവിടെ നിന്ന് നമ്മൾ ക്യൂ നിന്ന് സിനിമ കാണും. അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെയാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലേക്ക് തരുന്ന ഒരു ആവേശമുണ്ട്. അടുത്ത ഫിലിം ഫെസ്റ്റിവലിന് വരണമെന്ന് മാത്രമല്ല, സിനിമ എന്താണെന്ന് നമ്മളെ ഒന്നുകൂടെ മനസ്സിരുത്തി ചിന്തിപ്പിക്കും. അപ്പം അനോറ എന്ന് പറയുന്ന പടത്തിൽ നമ്മൾ നിന്നു, ഒരു ദിവസം നിന്നു കാണാൻ പറ്റിയില്ല, 2 ദിവസം നിന്നു കാണാൻ പറ്റിയില്ല, 3-ാം ദിവസം അതിനേക്കാൾ തിരക്ക്. അപ്പോൾ അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ പിന്നെ റിതം ഓഫ് ദമ്മാം കണ്ടു കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ ഫുള്ള് കയ്യടിയാണ്. ആ ഡയറക്ടറുണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ട്, അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്. അപ്പം നമ്മൾ ഇവരുടെ കൂടെ ഇരുന്നാണ് ഈ പടം കാണുന്നത്. ഈ പടം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻ പോലെ തന്നെ തിരിച്ച് നമ്മൾ ഈ സംവിധായകരെയും അതിൽ അഭിനയിച്ചവരെയൊക്കെ നമ്മൾ ഹൃദയം തുറന്ന് അഭിനന്ദനം അറിയിക്കുക. ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ വീണ്ടും മറ്റ് നല്ല സിനിമകൾ ചെയ്യാൻ അവരുടെ മനസ്സിന് ആവേശം കൊടുക്കുകയാണ്, പ്രചോദനം കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഈ IFFKയിൽ വന്നിരുന്ന് ഇങ്ങനെ സിനിമ കാണുമ്പോൾ നമുക്കിങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുറേ മുതിർന്ന സിനിമാക്കാരുണ്ട്, സ്ത്രീയും പുരുഷനും അങ്ങനെ വ്യത്യാസം ഇല്ലാതെ, സിനിമയ്ക്ക് അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും ഇല്ല, വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് സിനിമ ആഗ്രഹിക്കുന്നവരോട്, സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് നമ്മൾക്ക് ഈ തുറക്കാത്ത വാതിൽ എന്ന സിനിമയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ തുറക്കാത്ത വാതിലിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ കടന്നു വരണം. കഷ്ടപ്പെട്ട് കടന്നു വരുമ്പോൾ ഈ വാതിലുകളൊക്കെ മെല്ലെ നമുക്ക് അരികിലേക്ക് തുറന്നു വരും. ഞാൻ പലപ്പോഴായിട്ട് ഇത് സംസാരിക്കുകയും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എന്താണ് തുറക്കാത്തത്, വേഗം എന്താണ് സിനിമയിലേക്ക് വരാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, സിനിമയിലേക്ക് വരുമ്പോഴാണ് ഒരാൾ അവിടേക്ക് കടന്നു വരാൻ അവരെത്ര വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കുറേ ത്യാഗങ്ങൾ ഉണ്ടായിരിക്കും, കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കും, വിഷമതകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ സിനിമ ഉണ്ടെങ്കിൽ ആ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ മറന്നുപോകും. സിനിമ നമുക്ക് സാധ്യമാകും. ആ ലക്ഷ്യം നിങ്ങളും സാധ്യമാക്കണം. IFFK ഒരു വലിയ വാതിലാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും വന്ന് സിനിമ കാണുവാനും എടുക്കുവാനും ഉള്ള ഒരു ആവേശമായിട്ടും ആഹ്ലാദമായിട്ടും വർഷത്തിലൊരിക്കൽ നമുക്ക് വന്ന് നമ്മളുടെ ഇഷ്ട സിനിമകളൊക്കെ കണ്ടുപോകാനുള്ള ഇടമായിട്ടുമൊക്കെ ഇത് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഗവൺമെന്റുമായിട്ടും ചലച്ചിത്ര അക്കാദമിയായിട്ടും അങ്ങനെ ഒത്തിരി ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഈ വർഷത്തെ പ്രവർത്തനത്തെ മനസ്സ് തുറന്ന് ഒരു കലാകാരി എന്ന നിലയ്ക്ക്, ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയ്ക്ക് നമ്മുടെ നാടിൻ്റെ സംസ്കാരം ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാൻ നിങ്ങളെപ്പോലെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാനും ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ IFFKയ്ക്ക് ഹൃദയം നിറഞ്ഞ എല്ലാവിധമായ ആശംസകളും. നന്ദി.